എല്ലാവരും എന്നായിരിക്കുന്നു? സുഖമായിട്ടിരിക്കുകയാണോ? നമുക്ക് ആ തണുത്ത യാത്രേൻ്റെ ബാക്കിയൊന്ന് കണ്ടാലോ? ഒരു പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ ചെറിയ തണുപ്പോടുകൂടി, മഴക്കാലമാണേ, എന്നാലും ദൈവം അനുഗ്രഹിച്ച് മഴ പെയ്തില്ലായിരുന്നു. പക്ഷെ അങ്ങനെ തണുത്ത ഒരു യാത്ര, നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഇത് കുറച്ച് പൈൻ മരങ്ങളാണ്. ഇതെനിക്ക് വീഡിയോ എടുക്കാൻ ഇൻട്രസ്റ്റ് ആയി തോന്നിയത് തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വെള്ള കളറിലുള്ള മരങ്ങളെ ഞാൻ കണ്ടു. പക്ഷേ അതെന്നാന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് പപ്പ പറയണത് അതിൻ്റെ തൊലി പൊളിഞ്ഞു പൊളിഞ്ഞു പോരണയാത്രേ. അങ്ങനെ അവസാനം നമ്മൾ ആ റിസോർട്ടിലെത്തി. അടിപൊളി റിസോർട്ടാണ്. റിസോർട്ടിലേക്ക് പോകുന്ന ഒരു മലേൻ്റെ മണ്ടയ്ക്കാണെന്നേ. മലേൻ്റെ മണ്ടയ്ക്ക് ഒരൊറ്റ റിസോർട്ട്. പക്ഷേ എന്തോരം വഴികളാണ്, എന്തോരം വീട്, കുഞ്ഞു കുഞ്ഞു വീടുകളാണെന്നറിയോ. നമ്മളവിടെ എത്തിയപ്പോഴേക്കും എല്ലാ വീടും സൈഡായിട്ടുണ്ടായിരുന്നു. മടുത്തായിരുന്നു. ആമ്പൽ മാത്രം ചിൽ 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 നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇത് ഞാൻ അവിടെ കണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ്. ഗെറ്റ് വൺ ബൈ വൺ ഫ്രീയിൽ ഇഷ്ടംപോലെ വൈൻ ബോട്ടിൽസ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളത് എടുക്കാനൊന്നും പോയില്ലേ. പക്ഷേ അവരുടെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, അവിടെ ഒരു ജാറിൽ ചെറിയൊരു ഗ്ലാസ് വെച്ചിട്ട് അത് കണ്ടോ, അതിനകത്ത് നമുക്ക് എത്ര വേണമെങ്കിലും എടുത്ത് കുടിക്കായിരുന്നു. ഇതാണ് റൂം. ഇത് പക്ഷെ നമ്മുടെ റൂമല്ല, ഇത് പപ്പയുടെയും മമ്മിയുടെയും റൂമായിരുന്നു. നമുക്ക് ഒരു വില്ലയിൽ 3 റൂമുണ്ടായിരുന്നു. ഒരു വില്ല തന്നെയായിരുന്നു നമുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല നല്ല റൂമും നല്ല സൗകര്യത്തോടു കൂടി നല്ല വൃത്തിയുള്ള ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ചൂടുവെള്ളവും തണുത്ത വെള്ളമൊക്കെ ഒരേപോലെ വരുന്ന അടിപൊളി റൂമുകൾ, അടിപൊളി വില്ലയായിരുന്നു. ഒരു വില്ല തന്നെയായിരുന്നു. ഇതൊരു മോർണിംഗ് കാഴ്ചയാണ്. മോർണിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങിയിട്ട് എണീക്കുമ്പോൾ തന്നെ 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തെ ഒരു കാഴ്ചയാണ്. പക്ഷേ ഇന്നത്തെ ദിവസം രാവിലെ കുറച്ച് നല്ല നല്ല ക്ലൈമറ്റായിരുന്നു. ഭയങ്കരമായിട്ട് മഞ്ഞൊന്നും പെയ്യുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, നല്ലൊരു പുറത്ത് നല്ല ആംബിയൻസാണ്. പക്ഷേ പപ്പയ്ക്കൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. ഒരു സ്വെറ്റർ ഇട്ട് അതിൻ്റെ മുകളിൽ ഷാളും പുതച്ച്, ഷാളല്ല ശരിക്കും അത്, രാവിലെ പപ്പ കുളിച്ചിട്ട് വന്ന് തോർത്താണ്. മമ്മിയൊക്കെയാണ്. പക്ഷേ പപ്പയ്ക്ക് ഭയങ്കര തണുപ്പ്. ആ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഞാൻ തോന്നുന്നു. ഊട്ടിയിൽ പൊതുവേ തണുപ്പായിരുന്നു. അവിടെ അമ്മയ്ക്കും നല്ല തണുക്കുന്നുണ്ടായിരുന്നു. വീണ്ടും ഞാനും ജിബിനുമാണ് കുറച്ച് സ്ട്രോങ് ആയിട്ട് നിന്നത്. നമുക്ക് വലിയ തണുപ്പങ്ങ് ഫീൽ ചെയ്തിട്ടില്ല. ആമ്പലിന് എപ്പോഴും തണുപ്പായിരുന്നു. ആമ്പൽ പക്ഷേ തണുപ്പൊന്നും മൈൻഡാക്കിയില്ല. അവളെവിടെ ഒരു സ്വർഗം കണ്ട ഫീലിലായിരുന്നു. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ബാൽക്കണീൻ്റെ വ്യൂ ആണ്. എന്തു ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ. ശരിക്കും മലേൻ്റെ മുകളിലൂടെ ചെറുതായിട്ട് കോട ഇറങ്ങി വരുന്നുണ്ട്. കൂണ് മുളച്ച് നിൽക്കുന്ന പോലെ കുഞ്ഞു കുഞ്ഞു വീടുകൾ, 2 സെൻറ്റ് 3 സെൻറ്റിലുള്ള വീടുകളാണ് മുഴുവൻ. പക്ഷേ അടുത്തടുത്ത് അവർക്ക് മുറ്റമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. ആ വീടുകൾക്കൊന്നിനും മുറ്റമേയില്ല. ചില വീട്ടിൽ കാറുണ്ട്, ചില വീട്ടിൽ സ്കൂട്ടിയുണ്ട്, ബൈക്കുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ റോഡ് സൈഡിലുള്ള വീടുകളൊക്കെ ആണെങ്കിൽ ആ റോഡ് സൈഡിൽ തന്നെ നിർത്തിയിടുന്നതാണ് ഞാൻ കണ്ടത്. അകത്തേക്ക് വഴിയില്ല. അതുകൊണ്ടാണ് മെയിനായിട്ടുള്ള കാര്യം. ഈ അടുത്തടുത്ത് എന്താ പറയുക, നമ്മൾ മലയാളികൾക്കൊരു പറച്ചിലില്ലേ, അടുപ്പ് കൂട്ടിയ പോലെ. പക്ഷേ ഉണ്ടല്ലോ, എന്ത് ഭംഗിയാണ് കാണാനെന്നറിയോ. പല കളറിൽ നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത ഒരു കാഴ്ചയായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചതും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതും ഈ ഒരു കാഴ്ച തന്നെയാണ്. പരസ്പരം വളരെ സ്നേഹത്തോടെ കഴിയുന്ന നാട്ടുകാരായിരിക്കും അല്ലേ അവിടെ. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഊട്ടി പട്ടണത്തിലെ കണ്ണിന് കുളിർമയേകുന്ന, എനിക്ക് തോന്നണേ ആര് കണ്ടാലും ഒരൊട്ടും ഇഷ്ടക്കുറവ് വരാത്തൊരു കാഴ്ചയായിരിക്കും. എന്ത് ഭംഗിയാണ് കാണാനെന്നറിയോ. പിന്നെ അവിടെ ഈ തട്ട് തട്ട് തിരിച്ചിരിക്കുന്നത് കണ്ടോ. നമ്മൾ വിചാരിക്കും മലമുകളായതുകൊണ്ട് അങ്ങനെ തിരിച്ചിരിക്കുന്നതാണ്. പക്ഷേ അല്ല, അവിടെ ഓരോ തട്ടിലും ക്യാരറ്റ് കൃഷി നടത്തുന്നുണ്ട്. നിറച്ചും ക്യാരറ്റാണത്. നമ്മളതിൻ്റെ അടുത്തേക്ക് പോയില്ല. നമ്മളിവിടെ ചോദിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്, അത് മുഴുവൻ ക്യാരറ്റാണെന്ന്. മക്കള് രാവിലെ സ്കൂളിൽ പോണതാണ്. അയ്യോ, അവർക്കടെ ഓട്ടോ വന്നിട്ടുണ്ട് തോന്നുന്നു. എന്തോ വണ്ടിയുണ്ട്, വണ്ടിയിലാണ് പോകുന്നത് എന്ന് തോന്നുന്നു. എനിക്ക് നോക്കാം. വാനിലാണ് ഇവർ സ്കൂളിൽ പോകുന്നത്. എനിക്ക് തോന്നണേ ഒരു 10 മണി. നമ്മുടെ സാധാരണ സ്കൂൾ ടൈം ആണോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സമയം അറിയില്ല കേട്ടോ. അതാണ് കാര്യം. രാവിലെ ഒരു കട്ടൻ ചായ കിട്ടി, നല്ല ചായയായിരുന്നു. ഇവിടെ അച്ഛനും മോളും ഭയങ്കര വൈബാണ്. അച്ഛനും മോളും എന്താണ്, അവരവരുടേതായ ലോകത്താണ്. എന്തായാലും വന്നതല്ലേ, തണുപ്പാണേലും നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയേക്കാം. അങ്ങനെ ഞങ്ങൾ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്.
പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടങ്ങ് പോയേക്കാം അല്ലേ. ഇതാണ് അമലിൻ്റെ അക്ക. അമൽ ഏറ്റവും കൂടുതൽ പറയുന്നത്, അവൻ ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്നതുമായി പാവം ഒരു അമ്മയാണത്. ഞങ്ങളോട് ഭയങ്കര കാര്യമായിരുന്നു. ചെറിയൊരു ചാറ്റലെല്ലാം ഉണ്ടെങ്കിൽ പോലും ആമ്പൽ ഫുൾ ടൈം വൈബിലാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായ സ്ഥലങ്ങൾ ഇതൊക്കെ. ആ റിസോർട്ടിലെ ഓരോരോ കാഴ്ചകളാണ്. മരത്തിൻ്റെ മുകളിൽ വെള്ളം കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു, എന്തൊക്കെയാല്ലേ. ഓക്കെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഏരിയ ആയിരുന്നു ഇത്. നല്ല എന്താ പറയുക, ഇതിൻ്റെ ഈ ചില്ലിൻ്റെ അപ്പുറത്തൂടെ കാണുന്നതും നല്ല ഒരു വ്യൂ ആണ്. നമ്മൾ നേരത്തെ കണ്ട അതേ ഊട്ടിപ്പട്ടണത്തിലെ വ്യൂ. നല്ലൊരു അക്യൂറത്തോടു കൂടി ഭയങ്കര ആംബിയൻസിൽ സെറ്റ് ചെയ്ത ഒരു ഭക്ഷണശാല. ഇത് നമ്മുടെ ബാൽക്കണിയിലെ നൈറ്റ് വ്യൂ ആണ്. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു വീടുകളാണേ. എന്ത് ഭംഗി.